ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. റുബേഡിയത്തെ കുറിച്ച് മലയാളികൾ കേൾക്കാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകളെ കാണുകയുള്ളൂ. കാരണം കേരളത്തിന്റെ സ്വന്തം ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആയിട്ടുള്ള റുബേഡിയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സിൻസ് 2016 മുതൽ റുബേഡിയം എക്സ്ചേഞ്ച് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഡെവലപ്മെൻറ്റ് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ഇതിനെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു എക്സ്ചേഞ്ച് കേരളത്തിൽ നിന്നുള്ളതാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ അഭിമാനിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് റുബേഡിയം. ദ വേൾഡ് കോൺക്വറിംഗ് ക്രിപ്റ്റോ. എന്താണ് റുബേഡിയം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. റുബേഡിയം ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഫ്രം കേരള ആൻഡ് റാപ്പിഡ്ലി ഇവോൾവിംഗ് ഗ്ലോബലി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് റുബേഡിയം. എ സിംഗിൾ പ്ലാറ്റ്ഫോം ഫോർ എവരിത്തിങ്. റുബേഡിയം എക്സ്ചേഞ്ച് എന്ന ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആൽബട്രോസ് എന്താണ് എന്ന് ഈ വീഡിയോയിൽ മുമ്പോട്ട് പറഞ്ഞുതരാം. albatros.com ദ അൾട്ടിമേറ്റ് ക്രിപ്റ്റോ ഇനിഷ്യേറ്റീവ് എക്സ്ചേഞ്ച് ടോക്കൺ ആണ്. ഈ ടോക്കൺ നമുക്ക് എങ്ങനെ ലഭിക്കും എന്നതിനെ കുറിച്ച് മുമ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ജോയിൻ അവർ റെഫറൽ പ്രോഗ്രാം. സ്റ്റാർട്ട് ഏർണിംഗ് ARS ബൈ ഇൻവൈറ്റിംഗ് ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ അവരൊക്കെ ഈ ഒരു പ്രോഗ്രാമിനെ മനസ്സിലാക്കി ഇതിൽ അവർ രജിസ്ട്രേഷൻ ചെയ്ത് KYC വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും റിവാർഡ്സ് ആയിട്ട് ARS എന്ന ആൽബട്രോസ് ടോക്കൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഫ്യൂച്ചറിൽ നല്ല ഭാവിയുള്ള ഒരു ടോക്കൺ ആണ് ആൽബട്രോസ് അഥവാ ARS. റുബേഡിയം RBD എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. RBD ഈസ് നേറ്റീവ് കോയിൻ. റുബേഡിയത്തിന്റെ ഷോർട്ട് ആണ് RBD എന്നത്. ആൻഡ് ഇറ്റ്സ് ടോട്ടൽ സപ്ലൈ ഈസ് 50 lakhs. 50 ലക്ഷം മാത്രമാണ് റുബേഡിയത്തിന്റെ സപ്ലൈ ഉള്ളൂ. പക്ഷേ ആൽബട്രോസ് എന്ന ഇവരുടെ എക്സ്ചേഞ്ച് ടോക്കൺ അതിന്റെ ഷോർട്ട് പറയുന്നത് ARS എന്നാണ്. ഇതിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 100 ബില്യൺ ആണ്. 100 ബില്യൺ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭാഷയിൽ മനസ്സിലാക്കണമെങ്കിൽ 10,000 കോടിയാണ് ആൽബട്രോസിന്റെ സപ്ലൈ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഇതിനകത്ത് ആൽബട്രോസ് എന്ന ടോക്കൺ നമുക്ക് കരസ്ഥമാക്കാം, ഫ്രീ ആയിട്ട് എങ്ങനെ കരസ്ഥമാക്കാം എന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. റുബേഡിയത്തിന്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. RBD സ്റ്റേക്ക് റിവാർഡ്. ഇത് ഡ്യൂറേഷൻ 360 ദിവസത്തെയുണ്ട്. APY 60% ആണ്. APY എന്ന് പറഞ്ഞ ആനുവൽ പെർസെന്റേജ് ഈൽഡ്. മാക്സിമം ഇത് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത് 3000 RBD മാത്രമാണ്. 360 ദിവസത്തേക്ക് മാക്സിമം സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത് 3000 RBD മാത്രമാണ്. കാരണം ഇതിന്റെ ലിമിറ്റഡ് സപ്ലൈ ആണ് ഉള്ളത്. 50 ലക്ഷം മാത്രമാണ് ഇതിന്റെ സപ്ലൈ ഉള്ളൂ. അതുകൊണ്ട് ഹൈ ഈൽഡ് ആണ്. നമുക്കിവിടെ 60% ആണ് 360 ദിവസം കൊണ്ട് കിട്ടുന്നത്. പക്ഷേ ഇതിന്റെ സെക്കൻഡ് പ്ലാൻ ഉണ്ട്. ഡ്യൂറേഷൻ 1000 ഡേയ്സ്, 1000 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 33 മാസങ്ങൾ വരും. അപ്പൊ അതിന്റെ APY എന്ന് പറയുന്നത് 24% ആണ്. അതിന്റെ മാക്സിമം സ്റ്റേക്ക് എമൗണ്ട് അൺലിമിറ്റഡ് ആണ്. അപ്പൊ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് 360 ദിവസത്തിൽ 60% ആണ് നമുക്ക് ഇവിടെ APY തരുന്നത്. പക്ഷെ 1000 ദിവസത്തേക്ക് നമ്മൾ സ്റ്റേക്കിംഗ് ചെയ്യുമ്പോൾ APY 24% ആണ്. നമുക്കപ്പം അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ സ്റ്റേക്ക് ചെയ്യാം. എന്താണ് സ്റ്റേക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്? അത് പ്രത്യേക ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാർട്ട് നമുക്ക് നോക്കാം. RBD സ്റ്റേക്ക് റിവാർഡ്. എന്താണ് സ്റ്റേക്കിംഗ് ചെയ്യുമ്പോഴുള്ള റിവാർഡ്സ് കിട്ടുന്നത്? ഇവിടുത്തെ ഡ്യൂറേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു 360 ദിവസത്തെ പ്ലാൻ ഉണ്ട്, 1000 ദിവസത്തെ പ്ലാൻ ഉണ്ട്. 360 ദിവസം എന്ന് പറയുന്നത് ഏകദേശം 12 മാസം കൊണ്ടാണ്. APY 60% ആണെന്ന് പറഞ്ഞു. 360 ദിവസത്തേക്കാണ് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 3000 RBD മാത്രമാണ്. ഇപ്പോഴത്തെ RBDയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയ്ക്കും 250 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു വിലയാണ്. അപ്പൊ ഞാൻ അതിന് ഇടയ്ക്കുള്ള ഒരു 225 രൂപയാണ് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓരോ ദിവസവും അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇവിടെ സ്റ്റേക്കിംഗ് എമൗണ്ട് നിങ്ങളൊരു മിനിമം 10 RBD നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യുന്നുണ്ട് 360 ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ട ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് അനുസരിച്ച് 2250 രൂപ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. 10 RBD നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം. ഇയർലി 60% ആണ് കിട്ടുന്നത്. ഈ 60% എന്ന് പറയുമ്പോൾ 6 കോയിൻ ആണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 360 ദിവസം കൊണ്ട് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇയർ എൻഡിലല്ല ഇത് കിട്ടുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് അതിന്റെ റിവാർഡ്സ് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ 6 കോയിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയാണ്.
രൂപയാണ്. 0.0166 ഓരോ ദിവസവും ലഭിക്കും. അത് INR വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 രൂപ 73 പൈസയാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ മുടക്കുന്നത് എത്രയാണ്? 2250 രൂപ. നിങ്ങൾ 360 ദിവസം കൊണ്ട് ടോട്ടൽ കിട്ടുന്നത് 16 കോയിനാണ്. അതായത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത 10ഉം 6 നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിച്ചിട്ടുള്ള റിവാർഡ്സുമായിട്ട് 16 കോയിനുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന്റെ വില നിങ്ങൾ എക്സാമ്പിൾ പറയാം, അത് 360 ദിവസത്തിന് ശേഷവും ഇതിനകത്ത് വിലയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. 225 രൂപ തന്നെയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു നഷ്ടവും വരുന്നില്ല. 3600 രൂപ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മുടക്കിയത് എത്രയാണ്? 2250 രൂപ. ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് 3600 രൂപ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ലഭിക്കും. പക്ഷേ 225 അല്ല, അതിന് മുമ്പോട്ടുള്ള വിലയിലാണ് ഇത് പോകുന്നത് എങ്കിൽ എക്സാമ്പിൾ പറയുകയാണ്, ഒരു 300 രൂപയാണ് ഒരു കോയിന്റെ വില വരുന്നത് എങ്കിൽ നിങ്ങൾ 2250 രൂപ മുടക്കി നിങ്ങൾക്ക് 4800 രൂപയാണ് ഒരു വർഷത്തിന് ശേഷം ഈ എമൗണ്ട് കിട്ടുന്നത്. അതേസമയം നമുക്ക് എത്രയാണ് ഇതിന്റെ പ്രഡിക്ഷൻ വില വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ ഓരോ സമയങ്ങളിലുള്ള ഗ്രോത്ത് നോക്കുമ്പോൾ ഇത് വളരെ ഹ്യൂജ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ വിലയിൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 400 രൂപയാണ് ഇതിന്റെ ഒരു കോയിന്റെ വില വരുന്നത് എങ്കിൽ 360 ദിവസത്തിന് ശേഷം 10 കോയിൻ സ്റ്റേക്ക് ചെയ്ത ഒരു വ്യക്തിക്ക് 6400 രൂപയാണ് അവിടെ ലഭിക്കുന്നത്. അതേസമയം നിങ്ങളൊരു 100 കോയിൻ ആണ് നിങ്ങളിവിടെ സ്റ്റേക്ക് ചെയ്യുന്നത് എങ്കിൽ 22,500 രൂപയായിരിക്കും വരുന്നത്. 360 ദിവസങ്ങൾ കൊണ്ട് 60 കോയിൻ നിങ്ങൾക്ക് റിവാർഡ്സ് ആയിട്ട് ലഭിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 0.0166 കോയിനുകൾ ലഭിക്കും. INR രൂപത്തിൽ പറഞ്ഞാൽ 37 രൂപ 35 പൈസ വീതം. നിങ്ങൾ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചുള്ള വിലയാണ് ഞാൻ ഈ പറയുന്നത്. മുമ്പോട്ടുള്ള ദിവസങ്ങൾ ഇതിന്റെ വില കൂടുകയാണെങ്കിൽ അതിന്റെ അനുസരിച്ച് വിലയിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ക്വാണ്ടിറ്റിയിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ വില അനുസരിച്ച് മാത്രമാണ്, കറണ്ട് പ്രൈസിന്റെ ഡിപ്പെൻഡിലാണ് ഈ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി RBD 360 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത 100ഉം 60 റിവാർഡ്സ് ആയിട്ട് ലഭിച്ച 160 കോയിനുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 225 രൂപ മാത്രമാണ് ഈ 360 ദിവസങ്ങൾക്ക് ശേഷം എങ്കിൽ പോലും നിങ്ങൾക്ക് 36,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. നിങ്ങൾ മുടക്കിയത് 22,500 രൂപ. അതേസമയം ഇത് 300 രൂപയിലേക്ക് കോയിന്റെ വില വരുന്നുണ്ടെങ്കിൽ 48,000 രൂപയും 400 രൂപയിലേക്ക് ഇതിന്റെ വില ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ 64,000 രൂപയാണ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നേടാൻ പറ്റുന്നത്. നിങ്ങളൊരു 200 കോയിനുകൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആവശ്യം വരുന്നത് 45,000 രൂപയാണ്. ഏകദേശം നിങ്ങൾക്ക് 360 ദിവസങ്ങൾ കൊണ്ട് 120 കോയിനുകളാണ് അഡീഷണൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ലഭിക്കുന്നത് 0.332 കോയിനുകളാണ്. ഇപ്പോഴത്തെ കറണ്ട് വില അനുസരിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് 74 രൂപ 7 പൈസ വീതം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 360 ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത 200ഉം 120ഉം കൂടെ ചേർന്ന് 320 കോയിനുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് വിലയിലാണ് നിങ്ങൾ പിന്നീടെങ്കിലും വിൽക്കുന്നത് എങ്കിൽ പോലും, അതായത് 225-നാണ് നിങ്ങൾ വിൽക്കുന്നത്, 72,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന സമയം 45,000 രൂപ മാത്രമാണ്. പക്ഷേ ഇതൊരു 300 രൂപയിലേക്ക് ഇതിന്റെ കോയിന്റെ വില മാറുന്നുണ്ടെങ്കിൽ 96,000 രൂപയും 400 രൂപയിലേക്ക് ഇതിന്റെ കോയിന്റെ വില മാറുന്നുണ്ടെങ്കിൽ 1,28,000 രൂപയുമായിരിക്കും നിങ്ങൾക്ക് ഒരു വർഷത്തിന് ശേഷം ലഭിക്കുന്നത്. നിങ്ങളൊരു 500 കോയിൻ ഇവിടെ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ബൈ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്ന തുക എന്ന് പറയുന്നത് 1,12,500 രൂപയാണ്. നിങ്ങൾക്ക് APY ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 300 കോയിനുകൾ അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഡെയിലി റിവാർഡ്സ് ആയിട്ട് 0.83 ആണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഓരോ ദിവസവും INR രൂപത്തിൽ ഇപ്പോഴത്തെ കറണ്ട് വിലയനുസരിച്ച് 186 രൂപ 75 പൈസ വീതം ലഭിക്കും. 360 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്നത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത എമൗണ്ടും റിവാർഡ്സും കൂടെ ചേർത്ത് വരുമ്പോൾ 800 കോയിനുകളാണ്. 800 കോയിന് അന്നത്തെ വില ഏകദേശം 225 മാത്രമാണെങ്കിൽ 1,80,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതിനുശേഷം 300 രൂപയിലേക്കാണ് ഇത് വില എത്തുന്നുണ്ടെങ്കിൽ 2,40,000 രൂപയും 400 രൂപയിലേക്കാണ് ഇത് കോയിന്റെ വില മാറുന്നതെങ്കിൽ 3,20,000 രൂപയും നിങ്ങൾക്ക് ഈ 360 ദിവസത്തിന് ശേഷം ലഭിക്കുന്നുണ്ടാവും. അതേസമയം നിങ്ങൾ ഒരു 1000 കോയിനാണ് സ്റ്റേക്ക് ചെയ്യുന്നത് എങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് വില അനുസരിച്ച് 2,25,000 രൂപയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇതിന്റെ APY 600 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 600 കോയിനുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് ഡെയിലി നിങ്ങൾക്ക് റിവാർഡ്സ് ആയിട്ട് ലഭിക്കുമ്പോൾ 1.66 കോയിൻ ആണ് നിങ്ങൾക്ക് ഡെയിലി ലഭിക്കുന്നത്. അതായത് ഇന്ത്യൻ റുപ്പിയിലെ ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 373.5 രൂപ വീതം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 360 ദിവസത്തിന് ശേഷം ടോട്ടൽ കോയിൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,600 ആണ്. നിങ്ങൾ 1000 കൊടുത്ത്
കൊടുത്തതും അതുപോലെ തന്നെ 600 റിവാർഡും. അതിന്റെ അന്നത്തെ വില അനുസരിച്ച് നോക്കിയാൽ 3,60,000 രൂപയായിരിക്കും അന്നത്തെ വില. ഇപ്പൊ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ 1000 കോയിനുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ 2,25,000 രൂപ മാത്രമാണ്. പക്ഷേ ഒരു വർഷത്തിന് ശേഷം ഇതേ വില തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നതെങ്കിൽ പോലും 3,60,000 രൂപയ്ക്കുള്ള കോയിനുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. അതേസമയം ഇതിന്റെ വില 300 രൂപയിലേക്ക് കൂടിയെങ്കിൽ 4,80,000 രൂപയും 400 രൂപയിലേക്ക് ഇതിന്റെ കോയിന്റെ വില മാറുന്നുണ്ടെങ്കിൽ 6,40,000 രൂപയായിരിക്കും നിങ്ങൾക്ക് 360 ദിവസങ്ങൾ കൊണ്ട് ലഭിക്കുന്നത്. നിങ്ങൾ ഈ 2000 കോയിൻ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,50,000 രൂപയാണ് ഇപ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. ഏകദേശം 60% RPI നോക്കുമ്പോൾ 1,200 കോയിനുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഡെയിലി റിവാർഡ്സ് ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.32 കോയിൻ ആണ് ഓരോ ദിവസവും ലഭിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ വില അനുസരിച്ച് 747 രൂപ വീതം ഓരോ ദിവസവും ലഭിക്കുന്നുണ്ടാവും. അപ്പൊ 360 ദിവസത്തിന് ശേഷം നിങ്ങൾ സ്റ്റേക്ക് ചെയ്ത 2000 1,200 റിവാർഡും ചേർത്ത് 3,200 കോയിനുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. 225 രൂപയാണ് 360 ദിവസത്തിന് ശേഷം എങ്കിൽ പോലും നിങ്ങൾക്ക് 7,20,000 രൂപ ലഭിക്കും. നിങ്ങളിപ്പം മുടക്കുന്നത് എത്രയാണ്? 4,50,000. 7,20,000 രൂപ അന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. 300 രൂപയിലേക്ക് ഇത് മാറുന്നുണ്ടെങ്കിൽ 9,60,000 രൂപയും 400 രൂപയിലേക്കാണ് RBDയുടെ പ്രൈസ് ഇൻക്രീസ് ആകുന്നെങ്കിൽ 12,80,000 രൂപയാണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്തുനിന്നുള്ള പ്രോഫിറ്റ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മാക്സിമം സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 360 ദിവസത്തിന്റെ പ്ലാനിൽ മാക്സിമം 3,000 മാത്രമാണ് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത്. 3,000 കോയിൻ നിങ്ങൾക്ക് ഇപ്പം വാങ്ങണമെങ്കിൽ 6,70,000 രൂപയാണ് ആവശ്യം വരുന്നത്. API-യിലായിട്ട് ലഭിക്കുന്നത്, അതായത് 60% നിങ്ങൾക്ക് 360 ദിവസങ്ങൾ കൊണ്ട് ലഭിക്കുമ്പം ഏകദേശം 1,800 കോയിനുകളാണ് നിങ്ങൾക്ക് അഡീഷണൽ ലഭിക്കുന്നത്. ഡെയിലി റിവാർഡ്സ് ആയിട്ട് കോയിൻ നിങ്ങൾക്ക് കിട്ടുന്നത് 4.98 കോയിൻ വരെ നിങ്ങളുടെ വാലറ്റിലേക്ക് കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് വേണമെങ്കിൽ സെൽ ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ INR രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1,120 രൂപ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അങ്ങനെ 360 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കൊടുത്ത 3,000 സ്റ്റേക്കിങ്ങും 1,800 റിവാർഡ്സ് ആയിട്ട് ലഭിച്ചുകൊണ്ട് 4,800 കോയിനുകളാണ് നിങ്ങൾക്ക് ടോട്ടൽ 360 ദിവസങ്ങൾ കൊണ്ട് ലഭിക്കുന്നത്. നിങ്ങൾ അത് 360 ദിവസത്തിന് ശേഷമാണ് വിൽക്കുന്നത് എങ്കിൽ ഇപ്പം വാങ്ങിയ വിലയിൽ നിന്ന് 1 രൂപ പോലും വ്യത്യാസമില്ല എങ്കിൽ പോലും 225 രൂപയാണ് ഒരു വർഷത്തിന് ശേഷമെങ്കിൽ പോലും നിങ്ങൾക്ക് 10,80,000 രൂപയാണ് ലഭിക്കുന്നത്. നിങ്ങൾ മുടക്കുന്നത് എത്രയാണ്? 6,70,000 രൂപ. അതേസമയം കോയിൻ 300 രൂപയിലേക്ക് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ 14,40,000 രൂപയും ഈ ഒരു കോയിന്റെ വില 400 രൂപയിലേക്ക് ഇൻക്രീസ് ആകുന്നുണ്ട് എങ്കിൽ 19,20,000 രൂപയുമാണ് നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നേടാൻ പറ്റുന്നത്. ഈ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്ന ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. RBDയുടെ പ്രൈസ് ഇൻക്രീസ് ആകുന്നത് അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനുസരിച്ച് മാത്രമായിരിക്കും ഇതിന്റെ വിലയിൽ ഇൻക്രീസ് ആകുന്നത്. പക്ഷേ ഇതിന് മുമ്പോട്ടുള്ള അപ്കമിംഗ് പ്രൊജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റെങ്കിലും നടത്തിയിട്ടുണ്ട്. ഒരു 10 കോയിനെങ്കിലും നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വലിയ ലാഭമാണ് നിങ്ങൾക്ക് ഇതിനകത്തൂടെ നേടാൻ പറ്റുന്നത്. RBDയുടെ സ്റ്റേക്കിംഗ് 1000 ദിവസം എന്ന് പറയുന്നത് 33 മാസമാണ്. ഇയർലി നമുക്ക് ലഭിക്കുന്നത് 24% ആണ്. ഇവിടെ അൺലിമിറ്റഡ് ആണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത്. 33 മാസം എന്ന് പറയുമ്പോൾ ഏകദേശം 3 വർഷമാണ്. 3 വർഷത്തിനോട് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഇതിനകത്ത് എത്രയാണ്? അൺലിമിറ്റഡ് ആണ്. എത്ര കോയിൻ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം. അതേസമയം നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പം നിങ്ങളൊരു 3,000 കോയിനുകളാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ എല്ലാ ചാർട്ടും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് സ്റ്റഡി ചെയ്യാം. 3,000 കോയിൻ നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില 6,70,000 രൂപയാണ്. നിങ്ങൾക്ക് APY ആയിട്ട് നിങ്ങൾക്ക് ഓരോ വർഷവും ലഭിക്കുന്നത് 720 കോയിൻ വീതം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു വർഷത്തെ നമുക്ക് ഓരോ ഡെയിലി കിട്ടുന്നതാണ്. ഒരു വർഷത്തെ കാൽക്കുലേഷൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന്. 3,000 കോയിൻ നിങ്ങൾ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 5,000 കോയിനുകളാണ് ടോട്ടൽ ലഭിക്കുന്നത്. 5,000 3 വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ വില, ഇപ്പോഴത്തെ കറണ്ട് വില നമ്മൾ 225 മാത്രമാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതേസമയം 3 വർഷങ്ങൾക്ക് ശേഷം ഇത് 500 രൂപയിലെങ്കിലും എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളിപ്പം മുടക്കുന്ന 6,70,000 രൂപ 25 ലക്ഷം രൂപയായി മാറും. അപ്പോൾ അത്രയ്ക്ക് ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അതേസമയം 3 വർഷങ്ങൾക്ക് ശേഷം ഈ കോയിൻ്റെ വില 800 രൂപയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 40 ലക്ഷം രൂപയാണ്. കാരണം നിങ്ങളുടെ 5,000 കോയിനുകളാണ് 1000 ദിവസങ്ങൾ കൊണ്ട് കിട്ടുന്നത്. അതിനുശേഷം 1000 റുപ്പീസാണ് ഈ കോയിൻ്റെ വില ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് കണക്കൂട്ടി നോക്കുക. ഇപ്പം ജസ്റ്റ് വെറും 6,70,000 രൂപ നിങ്ങൾ മുടക്കിയ നിങ്ങൾക്ക് 50 ലക്ഷം
ലക്ഷം രൂപയാണ് 3 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിന്റെ വില ഞാനൊരു കാൽക്കുലേഷൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വില ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനാണ് ചാൻസസ് കാണുന്നത്. കാരണം ഓൾ വേൾഡിൽ ഇതിനെ കുറിച്ച് പബ്ലിസിറ്റി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം ആളുകൾ ഇതിന്റെ പ്ലാനിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളികളാണ് പലരും ഇതിനെക്കുറിച്ച് വിട്ടുപോയിട്ടുള്ളത്, കേട്ടിട്ടില്ലാതെ പോയിട്ടുള്ളത്. ഇനിയും ഇതിന്റെ ആൽബട്രോസിന്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാമുണ്ട്. ആൽബട്രോസിന്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാമാണ്. ARSന്റെ സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് പറയുന്നതും 360 ദിവസത്തെ പ്ലാൻ ആണെങ്കിൽ മാക്സിമം നമുക്കിവിടെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്നത് 1 crore ARS ആണ്. അതായത് 1 കോടിയാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. 60% ആണ് API എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ 1 കോടി കോയിനാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് 60 ലക്ഷം കോയിനാണ് ഒരു വർഷം കൊണ്ട് അഡീഷണൽ ലഭിക്കുന്നത്. ഇത് നിങ്ങൾക്ക് രണ്ടാമത്തെ പ്ലാനിലേക്ക് ചെയ്യാം. 1000 ദിവസത്തേക്ക് വേണമെങ്കിൽ ചെയ്യുകയാണെങ്കിലും അവിടെ 24% ആണ്. ഇപ്പം നമുക്ക് സ്റ്റേക്കിങ്ങിന്റെ എമൗണ്ട് അൺലിമിറ്റഡ് ആണ്. കാരണം ഇവിടെ നിരവധിയാണ്. 10,000 കോടിയാണ് ഇതിന്റെ ARSന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ 2 ARSലും അതുപോലെ തന്നെ RBDയിലും നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നത്. ARSന്റെ സ്റ്റേക്കിംഗ് റിവാർഡ് ഞാൻ പറയുന്നത് നിങ്ങൾ 1 ലക്ഷം ടോക്കൺ ആണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുന്നത് എങ്കിൽ വെക്കുക. ഇപ്പം നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഏകദേശം 7,000 രൂപ മാത്രമാണ് വേണ്ടി വരുന്നത്. കാരണം ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 7 പൈസ മാത്രമാണ്. ഇപ്പൊ ഇത് 10 പൈസ പോലും ആയിട്ടില്ല, 7 പൈസ മാത്രമാണ്. അപ്പൊ നമ്മളിപ്പം ഒരു 1 ലക്ഷം കോയിനുകൾ അല്ലെങ്കിൽ 1 ലക്ഷം ടോക്കണുകൾ നമുക്ക് സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7,000 രൂപ മാത്രം മതി. 360 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് 60,000 ടോക്കണുകളാണ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നത്. അതായത് ഡെയിലി നമുക്ക് റിവാർഡ്സ് ആയിട്ട് 166 ടോക്കണുകൾ നമുക്ക് ഓരോ ദിവസവും ലഭിക്കും. INRന്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ 0.07ന്റെ റേറ്റിലാണെങ്കിൽ പോലും 11 രൂപ 66 പൈസ വീതം ഡെയിലി നമുക്ക് ലഭിക്കുന്നുണ്ടാവും. 360 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് 1,60,000 ടോക്കണുകളാണ് ഉണ്ടാവുന്നത്. അന്ന് ഒരു 10 പൈസയെങ്കിലും വിലയായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മുടക്കുന്ന 7,000 രൂപ 16,000 രൂപയായി മാറും. 3 പൈസയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ നോക്കുക, 7,000 രൂപ ഇപ്പം മുടക്കുന്നുണ്ട്. ഒരു 3 പൈസയുടെ ഡിഫറൻസ് ആണ് ഒരു വർഷത്തിന് ശേഷം വരുന്നത് എങ്കിൽ പോലും 16,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേസമയം ഇത് 1 രൂപയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മുടക്കുന്ന 7,000 രൂപ 1,60,000 രൂപയാകാനും ചാൻസസ് ആണ് ഇവിടെ കാണുന്നത്. അതേസമയം ഇതൊരു 10 രൂപയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ 16 ലക്ഷം രൂപയാണ് ഇവിടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. അതേസമയം നിങ്ങളൊരു 10 ലക്ഷം കോയിനാണ് നിങ്ങളിവിടെ സ്റ്റേക്ക് ചെയ്യുന്നതെങ്കിൽ 70,000 രൂപയാണ് ഇപ്പോഴത്തെ വിലയനുസരിച്ച് ആവശ്യം വരുന്നത്. 6 ലക്ഷം കോയിനുകൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഓരോ ദിവസവും നിങ്ങൾക്ക് റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്നത് 1,666 കോയിനുകൾ വീതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ റുപ്പിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ 116 രൂപ വീതം നിങ്ങൾക്ക് ഓരോ ദിവസവും ലഭിക്കും. 360 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കൊടുത്ത 10 ലക്ഷവും ഈ 6 ലക്ഷവും ചേർന്ന 16 ലക്ഷം ടോക്കണുകളാണ് നിങ്ങൾക്ക് 360 ദിവസത്തിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. ഇതിനൊരു 10 പൈസ മാത്രം, 7 പൈസയിൽ നിന്ന് ഒരു 3 പൈസ ഡിഫറൻസിൽ വന്നാൽ പോലും നിങ്ങൾ മുടക്കുന്ന 70,000 രൂപ 1,60,000 രൂപയായി മാറും. അത് ഡബിളിലും കൂടുതലായിട്ട് മാറുന്നതായിട്ട് കാണാം. അതേസമയം 1 രൂപയുടെ റേറ്റ് വരുന്നുണ്ടെങ്കിൽ 16 ലക്ഷം രൂപയാകും. നിങ്ങൾ 70,000 രൂപ മുടക്കി 16 ലക്ഷം രൂപയാക്കാം. 1 രൂപയെങ്കിലും ഇതിന്റെ വിലയായിട്ടുണ്ട് എങ്കിൽ. അതേസമയം ഒരു 10 രൂപയാണ് ഇതിന്റെ വില വരുന്നതെങ്കിൽ 1,60,00,000 രൂപയാണ് നിങ്ങൾക്ക് ഇതിലൂടെ നേടാൻ പറ്റുന്നത്. ഇതിന്റെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഇതിന്റെ യൂട്ടിലിറ്റി ഭയങ്കരമായിട്ട് വന്നാൻ തുടങ്ങുന്ന പുതിയ ഓപ്പർച്യൂണിറ്റികളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് അതേസമയം നിങ്ങൾ 1 കോടിയാണ് നിങ്ങളിവിടെ സ്റ്റേക്ക് ചെയ്യുന്നത് എങ്കിൽ INR വരുന്നത് 7 ലക്ഷം രൂപ ആവശ്യമായിട്ട് വരും. APY നിങ്ങൾക്ക് 60 ലക്ഷം കോയിനുകൾ അഡീഷണൽ ആയിട്ട് ലഭിക്കും. ഡെയിലി ലഭിക്കുന്നത് 16,666 കോയിൻ വീതം ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കും. 360 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,60,00,000 ടോക്കണുകളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. 1,60,00,000 ടോക്കൺ വെറും 3 പൈസയുടെ ഡിഫറൻസ് ആണ് അന്ന് വരുന്നത് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇപ്പം 7 പൈസ വിലയുള്ള ഈ ടോക്കൺ 10 പൈസയിലേക്ക് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുടക്കുന്ന 7 ലക്ഷം രൂപ 16 ലക്ഷം രൂപയാകും 360 ദിവസങ്ങൾ കൊണ്ട്. ഇനി 1 രൂപയിലേക്ക് ഇതിന്റെ വില മാറുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 1,60,00,000 രൂപയിലേക്ക് മാറും. അതേസമയം ഇത് 10 രൂപയിലേക്കാണ് ഇതിന്റെ ടോക്കണിന്റെ വില മാറുന്നതെങ്കിൽ 16 കോടി രൂപയാണ്. 7 ലക്ഷം രൂപ മുടക്കുന്ന വ്യക്തിക്ക് ഒരു വർഷത്തിന് ശേഷം 16 കോടി ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഇൻകമാണ്. അപ്പൊ ഈ ഒരു ചാർട്ട് ഇമാജിനേഷൻ ആണ്, നമ്മൾ വില പ്രഡിക്ഷൻ ആണ്. ഇത് ഇത്ര വില വരികയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ചെയ്യാമെന്ന്. ഇതൊരു ഗ്യാരണ്ടീഡ് വിലയല്ല ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് മാത്രമായിരിക്കും ഇതിന്റെ വിലയിലുള്ള മാറ്റം വരുന്നത്. ആൽബട്രോസ് ടോക്കന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആൽബട്രോസ് ടോക്കന്റെ ടോട്ടൽ സപ്ലൈ ഞാൻ പറഞ്ഞു 100 ബില്യൺ ആണ്. അതായത് 10,000 കോടിയാണ്. ആൽബട്രോസ് ടോക്കന്റെ ബ്ലോക്ക് ചെയിൻ
ബേൺസ് 0.1% ടോക്കൺ ഇൻ ഈച്ച് ട്രാൻസാക്ഷൻ. ഇവിടെ ഓരോ ട്രാൻസാക്ഷനും നടക്കുമ്പോൾ 0.1% ARS ടോക്കൺ ബേൺ ആവുകയാണ് ചെയ്യുന്നത്. ആൽബട്രോസ് ബേണിംഗ് കണ്ടിന്യൂ അൻഡിൽ ദ മാക്സിമം സപ്ലൈ റീച്ച്ഡ് 10 ബില്യൺ. അതായത് 1000 കോടി സപ്ലൈ ആകുന്നത് വരെ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ബേണിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ബേണിംഗ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ എന്താണ് ഈ സ്റ്റേക്കിംഗ് ചെയ്ത ആളുകൾക്കുള്ള റിവാർഡ്സ് എന്ന് നോക്കുക. 10 ബില്യൺ ഈസ് റീച്ച്ഡ്, അതായത് 1000 കോടി റീച്ച് ആയിട്ടുണ്ടെങ്കിൽ 1 ബില്യൺ ടോക്കൺസ്, അതായത് 100 കോടി ടോക്കൺ ആർ ക്രിയേറ്റഡ് വിച്ച് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ടോക്കൺ ഹോൾഡേഴ്സ്. 10 ബില്യൺ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇതിന്റെ ബേണിംഗ് സിസ്റ്റം നോക്കുക. 1 ബില്യൺ ടോക്കൺ വീണ്ടും ക്രിയേറ്റ് ആവും, അതായത് 100 കോടി ടോക്കൺ വീണ്ടും ക്രിയേറ്റ് ആയിട്ട് ആ ടോക്കൺ എന്ത് ചെയ്യും? ആ ടോട്ടൽ സപ്ലൈയുടെ ഭാഗത്തേക്കല്ല പോകുന്നത്. ആരൊക്കെയാണ് ഇവരെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഓൾ ടോക്കൺ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് 10% ഓഫ് ദ ടോക്കൺ ദേ ആർ ഹോൾഡിംഗ്. അതായത് 10% നിങ്ങൾ 1 കോടി 1 ലക്ഷം ആണ് നിങ്ങളിവിടെ ഹോൾഡ് ചെയ്യുന്നത് എങ്കിൽ ഈ 10 ബില്യന്റെ സപ്ലൈ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? ഈ 1 ലാഖിന്റെ 10% എന്ന് പറയുന്നത് 10,000 ടോക്കൺ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. അപ്പോൾ എത്രമാത്രം ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതിന്റെ അനുസരിച്ച്, അതായത് 1 കോടി ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന ആളിനാണെങ്കിൽ 10 ലക്ഷം ടോക്കണുകൾ ഇവർക്ക് റിവാർഡ്സ് ആയിട്ട് അഡീഷണൽ ലഭിക്കും ആ സമയം. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. എയർ ഡ്രോപ്പ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അയച്ചു തന്ന റെഫറൽ ലിങ്കിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഇതിന്റെ KYC കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 500 ARS ടോക്കണുകളാണ്. അതിനുശേഷം നിങ്ങൾ എത്ര മെമ്പേഴ്സിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്താലും അവരൊക്കെ KYC കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോ വ്യക്തികൾ നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് 500 എന്ന രീതിയിൽ ARS ടോക്കണുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇപ്പോഴത്തെ വില ഒരു വർഷത്തിന് നിങ്ങൾ ARS ഹോൾഡ് ചെയ്യുകയാണ്, നിങ്ങൾ ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏകദേശം ഈ 500 കോയിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 35 രൂപ മാത്രമാണ്. 500 ARSന്റെ വില എന്ന് പറയുന്നത്, അതായത് കറണ്ട് വില 0.07 ആണ് ഒരു കോയിന്റെ. അപ്പോൾ 500 എണ്ണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 35 രൂപയാണ് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയെ റെഫർ ചെയ്താൽ 500 കിട്ടും. നിങ്ങളൊരു 10 പേരെ റെഫർ ചെയ്താൽ 5000 കോയിനാണ് കിട്ടുന്നത്. നിങ്ങളൊരു 100 പേരെ റെഫർ ചെയ്താൽ 50,000 ടോക്കണുകളാണ് ലഭിക്കുന്നത്. ഈ റിവാർഡ്സ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇത് സ്വാപ്പ് ചെയ്ത് നിങ്ങൾക്ക് USDT ആയിട്ട് അല്ലെങ്കിൽ INR ആയിട്ട് മാറ്റാൻ പറ്റുന്ന സംവിധാനം ഇവരുടെ എക്സ്ചേഞ്ചിലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം ഇപ്പം നിങ്ങൾക്കൊരു ഏണിംഗ് ആവശ്യമാണ് എങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കുക, അവരുടെയൊക്കെ കൊണ്ട് KYC കംപ്ലീറ്റ് ചെയ്യിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഓരോ വ്യക്തികൾ റെഫർ ചെയ്യുന്നതനുസരിച്ച് 500 കിട്ടും. അതായത് 35 രൂപ വീതം നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ കിട്ടും. അങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരാളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 500 ആണ്, നിങ്ങൾ 10 പേരെ റെഫർ ചെയ്താൽ 5000 ആണ്, 20 പേരെ റെഫർ ചെയ്താൽ 10,000 ആണ്, 30 പേരെ റെഫർ ചെയ്താൽ 15,000 ആണ്, 40 പേരെ റെഫർ ചെയ്താൽ 20,000 ആണ്, 50 പേരെ റെഫർ ചെയ്താൽ 25,000 കിട്ടും, 100 പേരെ റെഫർ ചെയ്താൽ 50,000, 200 പേരെ റെഫർ ചെയ്താൽ 1 ലക്ഷം കോയിനുകൾ നിങ്ങൾക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാം. ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ 7 പൈസ എന്നുള്ളത് 10 പൈസയിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇവിടെ നിങ്ങൾക്ക് 35 രൂപയുടെ സ്ഥാനത്ത് 50 രൂപയാണ്. ഇങ്ങനെ 350 രൂപയുടെ സ്ഥാനത്ത് 500 ആയി. അതിനുശേഷം നിങ്ങൾ 100 പേരെ റെഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണ്? 50,000 കോയിനുകളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5,000 രൂപ വിലയുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ആയി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എത്രമാത്രം ആളുകളെ റെഫർ ചെയ്യുന്നുണ്ട് അതിനെ അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് ഇതിന് ഈ കോയിനുകൾ അല്ലെങ്കിൽ ഈ ടോക്കണെ കരസ്ഥമാക്കാൻ പറ്റും. 2 വർഷത്തിന് ശേഷം 1 രൂപയെങ്കിലും വില വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയിൽ വരുന്ന മാറ്റം നിങ്ങളെ നോക്കി. ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരു പൈസ പോലും മുടക്കാതെ മറ്റുള്ള കൂട്ടുകാരെയൊക്കെ റെഫർ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്സ് ആണ്, എയർ ഡ്രോപ്പ് ആണിത്. ഇതിന്റെ ഫ്യൂച്ചറിൽ ഇതിന്റെ വില ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഒരു 2 വർഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 3 വർഷം, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 5, 6, 8, 10 വർഷം വരെ ഞാനിവിടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. കാരണം ഇതിന്റെ ഒരു കാൽക്കുലേഷൻ പറയുന്നതാണ്. നിങ്ങളൊരു 10 മെമ്പേഴ്സിനെ റെഫർ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊരു 5000 കോയിൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു 10 വർഷത്തേക്ക് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊരു ചെറുപ്പക്കാർ 10, 22 അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ഒരു 35 വയസ്സ് വരെ നിങ്ങൾ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഇതിന്റെ ഒരു 10 വർഷം കൊണ്ട് ഈ ഒരു കോയിന്റെ വില ഒരു 1000 രൂപയെങ്കിലും ആകും എന്നത് ഉറപ്പാണ്. കാരണം ഇതിന്റെ കമ്മ്യൂണിറ്റി അങ്ങനെ ഡെവലപ്പ് ആകുന്നതനുസരിച്ച് ഇതിന്റെ വിലയിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു 10 പേരെ റെഫർ ചെയ്ത വ്യക്തി 5000
ടോക്കണുകൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു 10 വർഷത്തിന് ശേഷം ഒരു കോയിൻ്റെ വില 1000 രൂപയെങ്കിലും ആകുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്നത് 50 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ അധികം നീണ്ടുപോകും, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത് വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ മാറ്റം വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രമാണ് നിങ്ങളുടെ പ്രോഫിറ്റ് കിട്ടുന്നത് എന്ന്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതേസമയം നിങ്ങളൊരു 200 പേരെ റെഫർ ചെയ്യുന്നുണ്ട്, 1 ലക്ഷം കോയിനുകൾ നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു 10 വർഷത്തേക്ക് ഇതിനെ നോക്കിയില്ല, 10 വർഷത്തിന് ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കോയിൻ്റെ വില ഒരു 1000 രൂപയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അതിലും കൂടുതലാകാൻ ചാൻസസ് 1000 രൂപയെങ്കിലും ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10 കോടി രൂപയാണ് ഈ 10 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളാണ് ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. ഇനിയും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്ഥാനം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഈ റുബേഡിയവും അല്ലെങ്കിൽ ആൽബട്രോസിനെ കുറിച്ച് ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് എവിടെയാണ്? മലയാളികളുടെ സ്വന്തം നാടായിട്ടുള്ള കോഴിക്കോടിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഇത്. ഹൈബർബോൾ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് റുബേഡിയത്തെയും ആൽബട്രോസിനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹൈബർബോൾ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാലുശ്ശേരി, കോഴിക്കോട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫീസൊക്കെ പോയി വിസിറ്റ് ചെയ്യാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓഫീസ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, റുബേഡിയത്തെക്കുറിച്ചും ആൽബട്രോസിനെ കുറിച്ചും. റുബീഡിയ എന്ന ഒരു Web3 സോഷ്യൽ മീഡിയ ഇവർ ഓൾറെഡി ഇത് ലൈവാണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. Web3 ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇവരുടെ സ്വന്തം പ്രൊജക്റ്റാണിത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ഇത് ഓൾറെഡി ഇപ്പം വർക്കിങ്ങിലാണ്, റൂബി വാലി റിസോർട്ട്സ് നെറ്റ്വർക്ക്. ഇത് ഹൈബർബോളിന്റെ റിസോർട്ട് നെറ്റ്വർക്കാണ്. വാടാട്ടുപാറ കോതമംഗലത്തിനടുത്താണ് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ റിസോർട്ടിന്റെ ഒരു നെറ്റ്വർക്കാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. വരും സമയങ്ങളിൽ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ റിസോർട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഇതിന്റെ ഒരു ഗ്രോത്തിനനുസരിച്ച് ഓരോ കോയിനുകളുടെയും വിലയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. റുബേഡിയം എന്താണെന്ന് മനസ്സിലായി, ആൽബട്രോസ് എന്താണെന്ന് മനസ്സിലായി. റുബേഡിയ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം Web3 ബേസ്ഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് റൂബി വാലി റിസോർട്ട് പ്രോജക്റ്റ്. ഇതെല്ലാം ഓൾറെഡി ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഇനി അടുത്തത് റുബേഡിയത്തിന്റെ അപ്കമിംഗ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് ഗെയിമിംഗ് ആണ് വരാൻ പോകുന്നത്. മെറ്റാവേഴ്സ് ഗെയിമിംഗ് ഇത് ലോഞ്ച് ചെയ്താൽ ഉടനെ തന്നെ ആൽബട്രോസ് എന്ന ARS ടോക്കൺ ടു ബി ലിസ്റ്റഡ് ഇൻ അതർ എക്സ്ചേഞ്ചസ് വൺസ് ദ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് മെറ്റാവേഴ്സ് ഗെയിമിംഗിന്റെ പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് നിരവധി എക്സ്ചേഞ്ചുകളിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ഗെയിമിങ്ങിന് വേണ്ടി ഇതിന്റെ ആൽബട്രോസിന്റെ ടോക്കൺ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ട്രാൻസാക്ഷൻ അനുസരിച്ച് ഇതിന്റെ ബേണിംഗ് കപ്പാസിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ വിലയിലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മെറ്റാവേഴ്സ് ഗെയിമിംഗ് ഇവിടെ അപ്കമിംഗ് പ്രൊജക്റ്റുകളിലുള്ളതാണ്. ഇനി അപ്കമിംഗ് പ്രൊജക്റ്റുകളിൽ വരാൻ പോകുന്ന 2-3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റുബേഡിയം അപ്കമിംഗ് പ്രൊജക്റ്റിലാണ് റുബേഡിയത്തിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ, ക്രിപ്റ്റോ പേയ്മെന്റ് ഗേറ്റ്വേ, അതായത് റുബേഡിയം തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ക്രിപ്റ്റോ കറൻസിയുടെ പേയ്മെന്റ് ഗേറ്റ്വേയും നമുക്ക് വരുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കാം. അതുമൂലം നിങ്ങൾക്ക് ഓരോ ക്രിപ്റ്റോ ട്രാൻസാക്ഷനിലൂടെ അതെങ്ങനെ റുബേഡിയം അല്ലെങ്കിൽ ARSന്റെ ടോക്കണുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വരുന്ന സമയങ്ങളിൽ ഏറ്റവും നല്ലൊരു പ്രൊജക്റ്റായാണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഹൈബർബോളിന്റെ അല്ലെങ്കിൽ റുബേഡിയത്തിന്റെ അപ്കമിംഗ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാഗമണ്ണിൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു മലയുടെ മുകളിലൂടെ നമുക്കൊരു ഗ്ലാസിന്റെ ഒരു പാലം കാണാം. അതിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് നോക്കിയാലും ഭയങ്കര ഗ്ലാസ്സിലൂടെ അല്ലേ നമുക്ക് നോക്കുന്നത്. വളരെ വളരെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ്. അതായത് വാഗമണ്ണിൽ ഉള്ള സെയിം അതേ മോഡലിൽ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ അതേപോലെയുള്ള പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഹൈബർബോൾ അല്ലെങ്കിൽ റുബേഡിയം ചെയ്യുന്ന ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രൊജക്റ്റ് വരുമ്പം ഇതിന്റെ ടിക്കറ്റ് വെച്ചായിരിക്കുമല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് ടിക്കറ്റിന് ആവശ്യം വരുന്നത് റുബേഡിയം അല്ലെങ്കിൽ ARS ടോക്കൺ കൊണ്ട് മാത്രമായിരിക്കും ഇതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവരുടെ ഔട്ട്ലെറ്റിൽ അവിടെ ഗേറ്റിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്ചേഞ്ച് ചെയ്യാം. INR കൊടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് കോയിനായിട്ട് കിട്ടും. കോയിൻ്റെ അനുസരിച്ച് പാസ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ അഡീഷണലായിട്ട് വരികയും അപ്പോൾ അവിടെ വലിയൊരു വിലയിൽ മാറ്റം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ആളുകളൊക്കെ കൂടുതൽ ആളുകളെ റുബേഡിയത്തെക്കുറിച്ച് അറിയുകയും അവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും ഇതിൻ്റെ യൂട്ടിലിറ്റി ഉപയോഗപ്പെടുത്താനും സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ വിലയിൽ വലിയൊരു മാറ്റമാണ് വരുന്ന സമയങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് റുബേഡിയത്തിൻ്റെ അപ്കമിംഗ് പ്രൊജക്റ്റിലാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഇതൊക്കെ കമ്മ്യൂണിറ്റി കൂടുതൽ ക്രിയേറ്റ് ആകുന്ന സമയത്ത് മാത്രമേ ഇത്തരം പ്രൊജക്റ്റുകളൊക്കെ
സക്സസ് ആകുകയുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ ബേസിക് ആയിട്ട് ഏകദേശം 2016 മുതൽ ഇവർ ഈ ഒരു പ്രൊജക്ടിൻ്റെ പുറകിലാണ്. അപ്പോൾ അതുവരെ ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അപ്കമിങ് പ്രൊജക്റ്റുകളിലേക്കുള്ള പാതയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെയും നിങ്ങൾക്ക് ഇതിൻ്റെ റുബേഡിയത്തിൻ്റെ RBD കോയിൻ അല്ലെങ്കിൽ ARS കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ പറ്റും. അപ്പം വരുന്നൊരു സമയത്തേക്ക് ഇവരുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേയും വരുന്നതനുസരിച്ച് നിങ്ങളുടെയൊക്കെ മൊബൈലിലൂടെ തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടത്താനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമും ഉടനെ തന്നെ വരാൻ പോവുകയാണ്. ഇനി ഹൈബർബോളിൻ്റെ ഓഫീസ് സമുച്ചയം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബാലുശ്ശേരിയിലുള്ള ഇവരുടെ ഓഫീസിൽ പോയാൽ കാണാം. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസുകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടത്. റുബേഡിയത്തിൻ്റെ ഇത് ഹൈബർബോളിൻ്റെ റിസപ്ഷൻ സെൻറ്ററുകൾ, അതുപോലെ അവരുടെ മീറ്റിംഗ് ഓഫീസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ റിസപ്ഷൻ സെൻറ്ററുകൾ, ഇതിനെക്കുറിച്ചുള്ള ഫോട്ടോസാണ് ഇത് കാണുന്നത്. വളരെ മനോഹരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ മലയാളികൾ അറിയാതെ പോകരുത്. എല്ലാവരും നിങ്ങളിത് അറിഞ്ഞ് എല്ലാവരും ഇതിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോ ആകുകയും ചെയ്യാം. അതിനനുസരിച്ച് ഈ കോയിൻസിൻ്റെയും അല്ലെങ്കിൽ ടോക്കണിൻ്റെയൊക്കെ വിലയിലും വലിയ വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. ഇത്ര തൊറോലിയായിട്ട് ഒരു യൂട്യൂബിലും വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് റുബേഡിയത്തിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, ട്വിറ്റർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും കേട്ടതിൽ നന്ദി. വീഡിയോ ഒരു അല്പം ലെങ്തിയായി എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച്, റുബേഡിയത്തെക്കുറിച്ച് മലയാളികൾ ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുക ഓരോ മലയാളികളുടെയും ഉത്തരവാദിത്തമായി കണക്കാക്കി നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം.